ഇഷ്ടമാണ് പറഞ്ഞു. പക്ഷെ ഇത്രക്ക് അതല്ല, ബ്രേക്കിന് പകരം ഞാൻ ആക്സിലേറ്റർ ഒരുമാതിരി കാർ റിലാക്സ് അല്ല, സംഭവം എന്തോ പറ്റി. കാരണം ഇവിടെ കുറെ ഹെയർ പിൻ ബെൽറ്റുകളുണ്ട്, വളവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ കൂടെ വരുന്നത് വളരെ ബ്രേക്ക് എന്തോ പ്രശ്നമുണ്ട്. അടിപൊളി. എന്ത് പ്രശ്നം? നല്ല പോവാം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ബ്രേക്കിന് പ്രശ്നമാണ്. പ്രശ്നമുണ്ട്. അപ്പൊ ബ്രേക്ക് ചെക്ക് ചെയ്തില്ലേ? ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ. ലൈഫിൽ നമുക്ക് പല സിറ്റുവേഷൻസ് ഉണ്ടാവും, പല ഇതും ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചില സന്ദർഭങ്ങളിലായിരിക്കും നമ്മളെ തന്നെ ഒന്ന് തിരിച്ചു നോക്കണത്. ഇത്രയേ ഉള്ളൂ, ഇതിനാണ് ഇത്രയും സംഭവം ഒക്കെ. അപ്പോൾ അതുപോലെ എനിക്കിന്ന് തോന്നി. അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട ഒരു ലാസ്റ്റ് ക്ലിപ്പിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ഇതൊരു ഇൻഫർമേഷനും കൂടിയാണ് നിങ്ങൾക്ക്. അപ്പോൾ മാരുതിയിലെ വണ്ടികൾക്കാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാറെന്ന് പറയണത് കേട്ടു. അപ്പോൾ ഈ മറ്റേ മേട്ടുപ്പാളയം മറ്റേ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 ബെൻഡ് വരും. ആ ബെൻഡിൽ ഞാൻ സ്പീഡായിട്ട് ഓടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്പീഡായിട്ട് പോയി. ഞാൻ ഉദ്ദേശിച്ചത് ബ്രേക്കാണ്. ബ്രേക്ക് ഞാൻ പ്രസ് ചെയ്തു, പക്ഷെ വണ്ടി സ്പീഡായിട്ട് പോകണു. ഇതെന്താ അത്? ഞാൻ അറിയാണ്ട് ആക്സിലേറ്ററിൽ കാല് വെച്ചു, അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പ്രസ് ചെയ്തപ്പോൾ കുറച്ച് നിൽക്കും, പിന്നെ അങ്ങനെ ബ്രേക്ക് വർക്കാവണില്ല. ആ സമയം ലക്കിലി ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടികളൊക്കെ വരിക നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്ലോയിലാണ് പോയത്. അപ്പോൾ എല്ലാ വണ്ടികളും നിർത്തി. ഞാൻ ബ്രേക്ക് വർക്ക് ചെയ്യണില്ലോ, അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിർത്തി. പക്ഷേ എനിക്ക് അപ്പം അറിഞ്ഞിട്ടില്ല ബ്രേക്ക് ശരിക്കും വർക്ക് ആകുന്നില്ല. ഞാൻ ശരിക്കും ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക് വർക്ക് ആകുന്നില്ല ചെക്ക് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്തതും വണ്ടി മൂവ് ആകാൻ തുടങ്ങി. മുമ്പിൽ ഒരു വണ്ടിയെ ബാക്കിൽ ഇടിച്ചു. ഓക്കെ, അപ്പോൾ ആ വണ്ടിയിൽ വന്നത് ഒരു ഹിന്ദിക്കാരനാണ്. അയാളുടെ വൈഫുമാണ്. പക്ഷേ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന അയാൾക്ക് മനസ്സിലാവുന്നില്ല. സംഭവം ഇടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാറിന് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല, കാരണം അത്രയ്ക്ക് ഡിസ്റ്റൻസേ ഉള്ളൂ ഇടിച്ചത്. സോ പിന്നെ അത്രയും ഫോഴ്സിലൊന്നല്ല ഇടിച്ചത്, ഒരു നളുങ്ങല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി എന്ത് വിചാരിച്ചു, ഇത് മറ്റേ ബാക്കത്തെ സംഭവം മൊത്തം മാറ്റേണ്ടി വരുമെന്ന് പുള്ളി തന്നെ വിചാരിച്ചിട്ട് ഞങ്ങളോട് ഫൈറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കാറല്ല അത്, ആള് റെന്റിനെടുത്ത കാറാണ്. അപ്പോൾ ആൾക്ക് മുതലാളി എന്ത് പറയും എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ പുള്ളിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. നിങ്ങളത് ഓർക്കണം. അതായത് ഈ ഇടിച്ച ആ സ്ഥലത്ത് റേഞ്ച് ഇല്ല ഏത് മൊബൈലിക്ക്. പുള്ളിയുടെ മൊബൈലിക്ക് റേഞ്ച് ഇല്ല, എൻ്റെ മൊബൈലിക്ക് റേഞ്ച് ഇല്ല. മെക്കാനിക്ക് കിട്ടുമോ, ഈ രാത്രിയിൽ ആരെങ്കിലും വരുമോ എന്നറിയില്ല. ഇനി ഞങ്ങൾ എന്ത് സൊല്യൂഷൻ എന്നറിയില്ല. അതായത് പുള്ളി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിന്. പുള്ളി ഹീസ് ഡിമാൻഡിങ് മണി. എനിക്ക് 5000 ആണ്, എനിക്ക് 10000 അതാണ് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു ചെറിയ നളുകളിൽ 10,000-50,000 ഇയാൾ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തടി വരണമല്ലോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് കൺഫ്യൂഷനായിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ തോന്നിയത് ഓക്കെ എന്തായാലും അടിവരെ താഴെ എത്താം, എന്തായാലും ഇവിടെ സൊല്യൂഷൻ ഇല്ലല്ലോ, റേഞ്ച് ഇല്ല. അപ്പോൾ ഞങ്ങളെ താഴെ എത്തിക്ക് ഏതെങ്കിലും മെക്കാനിക്ക് കണ്ടിട്ട് ഞങ്ങളുടെ ബ്രേക്ക് പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരു സിമ്പതി പോലും ഇല്ല. ഞങ്ങളുടെ വണ്ടിയിൽ ബ്രേക്ക് ഇല്ല, ഇനി ഞങ്ങൾ എങ്ങനെ പോകുന്നു, അതൊന്നും അയാൾക്ക് ഒരു വിഷയമല്ല. അത് ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. പക്ഷേ അയാൾക്ക് എപ്പോഴും ടെൻഷൻ അയാളുടെ വണ്ടിയോ അല്ല, അയാളുടെ വണ്ടിയുടെ അയാള് റെന്റിനെടുത്ത വണ്ടിയിൽ ഡാമേജ് ആയി. അപ്പൊ കാശ് എങ്ങനെ, ഇതിന് എത്ര ചെലവാകും, അതെങ്ങനെയാന്നുള്ളത് ആലോചിച്ചിട്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അയാൾ എന്തൊക്കെയോ ID കാർഡെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ
ബട്ട് ഹീസ് വെരി നൈസ് ഗൈ. ബട്ട് അയാളെ പേടിച്ചിരുന്നു, ഞങ്ങൾ പേടിച്ചിരുന്നു. പിന്നെ ഇവിടെ റേഞ്ചിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക്, പുറകിലുള്ള ഏതെങ്കിലും ഒരു വണ്ടിയില് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നം ഇതാണെന്ന് ആരും നിർത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റിൽ നിർത്തി, അതെ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഓക്കെ ഇയാളുടെ വണ്ടിയിൽ തന്നെ ഇരുന്ന് താഴെ പോയിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കിനോട് ചോദിച്ചത് എങ്ങനെ. കാരണം എന്റെ വിചാരം ഇനി വണ്ടീനെ തൂക്കാൻ ഒരു വണ്ടി വന്ന് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ മൈൻഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുന്നേ മൂന്നാറ് 2 വട്ടം പോയിട്ടുണ്ട്, ഹില്ലി ഏരിയ ആണ്. പിന്നെ എവിടേക്കാ നമ്മള് പറമ്പിക്കുളം പോയിട്ടുണ്ട്, അതും ഹില്ലി ഏരിയ ആണ്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ നേരിടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല എന്താണ് സൊല്യൂഷൻ, ഇതെന്താ ചെയ്യേണ്ടത്, വാട്ട് നെക്സ്റ്റ്. അപ്പോൾ ഗൈസ് അന്ന് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്യാമറയിൽ സ്പേസ് തീർന്നു. സോ ഞങ്ങൾ ബാക്കി പറഞ്ഞൊന്നും റെക്കോർഡായില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി പറയാൻ ഇപ്പോൾ അതിൻ്റെ ഞങ്ങളിപ്പോൾ എന്ത് സൊല്യൂഷനാണ് എന്നുള്ള രീതിയിലാണ് അന്ന് അപ്പോൾ പറഞ്ഞു നിർത്തിയത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെ ആ ഇടിച്ച അവരുടെ തന്നെ വണ്ടിയിൽ താഴെ വന്നിട്ട് ഏതെങ്കിലും മെക്കാനിക്കിനെ കണ്ട് നമ്മുടെ വണ്ടി എങ്ങനെ താഴെ കൊണ്ടുവരാമെന്ന് നോക്കണം, അവരുടെ കാര്യങ്ങളും സെറ്റിൽ ചെയ്യണം. അപ്പോൾ എന്തായാലും അവരുടെ വണ്ടിയിൽ തന്നെ താഴെ പോകാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ വണ്ടിയിൽ തന്നെ കയറി അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അതന്നെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി. അയാളുടെ വണ്ടി അയാളുടെ അല്ല, അയാളുടെ റെന്റിനെടുത്ത വണ്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ഓണർ എന്ത് പറയും, ഓണർ ഒരു തമിഴാളാണ്. അപ്പോൾ അവരെന്ത് പറയും, അങ്ങനെ ഒരു ടെൻഷൻ. അങ്ങനെ പുള്ളി കുറേ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പൈസ കാണാ അല്ലെങ്കിൽ ശരിയാക്കി തരണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം, താഴെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റേ സിഗ്നൽ 1 പുള്ളി 2 പുള്ളി അങ്ങനെ വന്നിട്ടും പോയിട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ള നെറ്റിൽ മെക്കാനിക്സ് നിയർ മീ എന്ന് മാപ്പിൽ അടിച്ചിട്ട് ഒരു നമ്പർ കിട്ടി. അയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് വേറൊരു നമ്പർ തന്നു. അപ്പോൾ വേറെ നമ്പർ ഒരു മലയാളിയുടെ നമ്പറാണ്. അപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ വണ്ടി ബ്രേക്ക് പിടിക്കാണ്ട് നിൽക്കുകയാണ്, അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുവരുന്നത്, അല്ല അത് ഈ മാരുതി കാറുകൾക്കുള്ള പ്രശ്നമാണ്, അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ കാർ തണുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മെക്കാനിക്കിനെ വിളിച്ച് അതിന്റെ കാശ് വെറുതെ നമ്മളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വെറുതെ ഇതിനെ മുതലെടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിലപ്പോൾ അപ്പോൾ ഇത്രയും ഉണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ ശരിയാകുമായിരിക്കും, അല്ല പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും താഴെ പോകാം. ഞാൻ താഴെ എത്തിയിട്ട് ഇവരുടെ ഇടിച്ച ആ ഭാഗം ശരിക്കും ഞങ്ങളൊക്കെ ഒന്ന് കണ്ടു. അത്രയ്ക്കൊന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നളുങ്ങിയിട്ടേ ഉള്ളൂ. ഇവർ ഈ കാറിൻ്റെ ഓണറിനെ വിളിച്ച് തന്നു. കാറിൻ്റെ ഓണറിനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ടൊയോട്ട ഷോറൂമിൽ പോയിട്ട് അവർ ഇതിനെത്ര ചിലവാകും നോക്കിയിട്ട് അത് സെറ്റിൽ ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ ടൊയോട്ട ഷോറൂമൊന്നും ആ സമയത്ത് ഓപ്പൺ അല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും മെക്കാനിക് ഈ ഗാരേജ് പോലുള്ള ആ മെക്കാനിക് ഷോപ്പിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതും നോക്കിയപ്പോൾ അതും എല്ലാം ക്ലോസ്ഡ് ആണ് ആ സമയത്ത്. അതെ അപ്പോഴാണ് അങ്ങനെ അവിടെ അടുത്ത് കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി ചോദിച്ചു അവിടെ അടുത്ത് ഗാരേജ് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ അവരില്ല, ഞങ്ങൾക്കറിയില്ല. എന്തിനാണ് ചോദിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു, എൻ്റെ വണ്ടി മേലെ നിൽക്കുകയാണ്, ഇവരുടെ ഈ ഇടിച്ചതിന് ഇവർ ഇത്രയൊക്കെ ചോദിച്ച് നിൽക്കണു. അപ്പോൾ എത്രയാണ്. അപ്പോൾ അവിടെ ഇരുന്ന ആള് ഈ നാട്ടുകാരനാണ്, നമ്മുടെ ചിറ്റൂർ ഭാഗത്തെ ഒരാളാണ്, സെൽവം അല്ലേ പേര്. ശരി നോക്കട്ടെ പറഞ്ഞ അയാൾ വന്നതോടൊപ്പം അയാളുടെ കൂടെ കുറേ പേര് വന്നു, തമിഴ് ആൾക്കാർ. ഇതിനൊക്കെ ഇത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കയ്യിൽ തന്നെ ഒന്ന് ഇതൊക്കെ റെഡിയാകും എന്ന് പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞാൽ ഹിന്ദിക്കാരന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനും ഇത്ര ഒന്നും ചിലവാക്കേണ്ടതില്ല. പിന്നെ ഒരുപാട് സംസാരിച്ചു, വേറെ മെക്കാനിക്സിന്റെ നമ്പറൊക്കെ വിളിച്ച് ചോദിച്ച് അവര് എന്നിട്ട് പറഞ്ഞു ഫോട്ടോ അയച്ചു തരും, അപ്പൊ നമ്മൾ നോക്കാം, ഇപ്പൊ ക്ലോസ് കാണുന്നാലും നമ്മൾ നോക്കിയിട്ട് പറയാം എന്താണ് എത്രയാവും എന്നുള്ളത് പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് വേറൊരാൾക്കും അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളിയും പറഞ്ഞത് ഇത് ജസ്റ്റ് ബെൻഡ് എടുക്കുന്ന കാര്യമേ ഉള്ളൂ, ഇതിന് വലിയ പൈസ ഒന്നും ആവില്ല, രാവിലെ കൊണ്ടുവന്നാൽ ചെയ്തു തരാന്ന് പറഞ്ഞു. നമുക്ക് രാവിലെ വരെ ആക്കാൻ പറ്റില്ലല്ലോ.
കൊടുക്കണമല്ലോ, എന്നാലേ നമുക്കും പോകാൻ പറ്റുള്ളൂ, നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ സെൽവൻ എന്ന് പറഞ്ഞ ആള് ശരി ഇത് ഞാൻ തന്നെ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഹീറോ പോലെ അവിടെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അവര് ശരിയാക്കി കയ്യിൽ തന്നെ ശരിയാക്കി എല്ലാം റെഡിയാക്കി. അത് ശരിയായത് കണ്ടത് ഹിന്ദിക്കാരന് ഹാപ്പി ആയി. ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ. അതെ അതെ. അല്ല അതിന്റെ ഇടയിൽ പുള്ളി വേറെ കാര്യം ചോദിച്ചത്, ഇത് നിങ്ങൾ ശരിയാക്കി തരുമോ അതോ ഞാൻ FIR ഇടണോ ചോദിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ ചൊറിഞ്ഞു വന്നു. എന്നാലും അല്ലെ അത് പുള്ളി ഒരുമാതിരി ഇത് എന്തെങ്കിലും ഇപ്പൊ തീരുമാനമാക്കണം അങ്ങനെ ഒരു ഇതിലാണ് നിന്നത്. പുള്ളിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, നമ്മള് ഹിന്ദി അറിയാം. ആളൊരു പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞ് ID കാർഡ് കാണിച്ചു. എന്നാലും അത്യാവശ്യം ഇംഗ്ലീഷ് എങ്കിലും അറിയാവുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം എന്നാണ്. അതെന്തോ അതൊരു തെറ്റല്ല, എന്നാലും നമുക്ക് എന്തേലും അറിയാമല്ലോ. അപ്പൊ ഭാര്യയുണ്ട്, ഭാര്യയ്ക്കും ഒന്നും അറിയില്ല എന്ന് തോന്നണം. ഭാര്യ ഒരക്ഷരം മിണ്ടുന്നില്ല. ഹിന്ദിയിൽ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരെ പറഞ്ഞു വിട്ടു, ഇതിന് ഞങ്ങളുടെ കാർ എടുക്കണമല്ലോ. അപ്പോൾ ഇവര് പറഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തണുത്തൊക്കെ റെഡി ആയിട്ടുണ്ടാവും, നിങ്ങൾ പോയി എടുത്താൽ മതി. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അഥവാ നമ്മൾ മേലെ പോയി വീണ്ടും അത് കാർ ശരിയായില്ലെങ്കിൽ അവിടെ പെടുമല്ലോ. അപ്പോൾ ഞാൻ ടാക്സി പിടിച്ചു തന്നാൽ ടാക്സിയിൽ പോയിട്ട് കാർ നോക്കാം, കാർ റെഡിയായ കാറിൽ വരാം, അല്ലെങ്കിൽ ടാക്സി തന്നെ തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് സ്റ്റേ ചെയ്തിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്കാർ അതിന് വിടുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൈസയാകും. ഞങ്ങൾക്ക് അതല്ലല്ലോ ടെൻഷൻ. ശരി. അപ്പൊ ഞാൻ ശരി ഒരു ഓട്ടോ എങ്കിലും പിടിച്ചു തന്നാൽ നമ്മളിപ്പോൾ അഥവാ അങ്ങനെ കാർ റെഡി ആയില്ലെങ്കിൽ പിന്നെ അവിടെ റേഞ്ചൊന്നും ഇല്ലല്ലോ, അവരെയൊന്നും കോണ്ടാക്റ്റും കിട്ടില്ല. അതൊന്നും വേണ്ട, ബസ്സിൽ കയറ്റി വിടാം ഞങ്ങൾ പറഞ്ഞ് എല്ലാരും കൂടി. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അവർ പറഞ്ഞു. പിന്നെ ഇവര് ബസ്സിനെയൊക്കെ തടുത്ത് നിർത്തി വലിയ എന്തോ സംഭവം പോലെ കാണിച്ചു. അവിടെ ഡ്രൈവറിന്റെ അടുത്തൊക്കെ കാര്യം മനസ്സിലായി. ഓക്കെ കയറിക്കോണം, വണ്ടി നിൽക്കുന്ന സ്ഥലത്ത് ഇറക്കാൻ, അവിടെ സ്റ്റോപ്പൊന്നും ഇല്ലല്ലോ. അങ്ങനെ ബസ്സിൽ കയറി ബസ് ചാർജ് കൊടുത്ത് ഇങ്ങനെ അത് വണ്ടി എവിടെ നിൽക്കുന്നു എന്നുള്ള പോയിന്റ് ഒന്നും നമുക്കറിയില്ല. പിന്നെ ഇരുട്ടിൽ നോക്കിക്കൊണ്ടേയിരുന്നു എവിടെയാണ്. ഫൈനലി വണ്ടീനെ കണ്ടു, അവർ ഇറക്കി വിട്ടു, പോയി. ഇനി വണ്ടി അത് ഓടുവോ അല്ല മറ്റേ ബ്രേക്ക് വർക്ക് ആവുമോ അറിയില്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് വണ്ടിക്കിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഡോറൊക്കെ അടച്ച്. എനിക്ക് അപ്പം നല്ല ടെൻഷനായിരുന്നു, പരിചയമില്ലാത്ത സ്ഥലം. ഇനി വണ്ടി മറ്റേ ശരിയായില്ലെങ്കിൽ നെക്സ്റ്റ് അവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ്. എല്ലാ ക്ലച്ച് മറ്റേ ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഹാൻഡ് ബ്രേക്ക് എടുത്തൊന്നും വണ്ടി മൂവ് ആവുന്നില്ല. അപ്പോൾ ബ്രേക്ക് വർക്കായി. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, ഈ മാരുതി വണ്ടികളിൽ വരുന്ന ഇഷ്യൂ ആണ്. പിന്നെ ഞങ്ങൾ മെല്ലെ വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. ഇതൊരു ഇങ്ങനെ വണ്ടി ലോങ് ആയിട്ട് ഓട്ടിക്കുന്നവർ സ്വിഫ്റ്റോ മാരുതിയുടെ വണ്ടികളോ ജസ്റ്റ് ഒന്ന് ഇത് മൈൻഡിൽ വെച്ചാൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത അവരുടെ കടയുടെ പേരെന്തായിരുന്നു, സെൽവം. ആളുടെ കട ഇങ്ങനെ അന്വേഷിച്ചല്ല, വരുന്ന വഴിക്കാണ്. അപ്പോൾ അവളിങ്ങനെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കട അടച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചു, ഒരുപാട് താങ്ക്സ് എല്ലാം പറഞ്ഞു. പിന്നെ വിളിക്കാമെന്നെല്ലാം പറഞ്ഞു, നമ്പറെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ. ഫൈനലി ഞങ്ങൾ വിചാരിക്കാത്ത നമ്മള് പിന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആവാം, പക്ഷെ എപ്പോഴും അങ്ങനെ അഡ്വഞ്ചേഴ്സ് ആകാം, പക്ഷേ ബി കെയർഫുൾ ആയിട്ടിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് ഇതിനു മുമ്പ് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കെയർ ചെയ്യാത്തത്. എന്നിട്ടും ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തി മറ്റേ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം നിന്നുള്ളൂ. അതെ അത് എനിക്ക് തോന്നി, വണ്ടി ഒരുപാട് ചൂടായ പോലെ ഫീലായി. പക്ഷേ വണ്ടിയും ഒരു വണ്ടിയല്ലേ, മനുഷ്യൻ പോലെ, അതിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. സോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എനിവേ ഇതാണ് നടന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.